സുഹൃത്തുക്കളെ, ഇത് കണ്ടില്ല നിങ്ങൾ? കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് കെ സുധാകരൻ. ഇയാൾ 2-3 ആഴ്ച മുമ്പ് പറഞ്ഞിനി രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണം. ഔദാ. അപ്പോൾ ഇയാൾ എന്താ ഉദ്ദേശം എന്നറിയില്ല. ഇയാൾ മുൻ KPCC പ്രസിഡന്റാണ്, നല്ല നേതാവാണ്, നല്ല കരുത്തിട്ട നേതാവാണ്, സംഗതിയൊക്കെ ശരിയാണ്. ഇയാൾ എന്താ പറഞ്ഞതെന്നുള്ളത് ഇയാൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇയാൾ മത്സരിച്ച് MLA ആയി മന്ത്രിയൊക്കെ ആയി വന്നാൽ എന്തായിരിക്കും സ്ഥിതി നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സുധാകരൻ മത്സരിക്കരുത്, സീറ്റ് കൊടുക്കരുത് എന്ന്. കാരണം എന്തൊക്കെയാണ് ഇവർ ഓരോ മണിക്കൂറിലാണ് ഇവർ ഓരോന്ന് മാറ്റി പറയുന്നത്. ഇപ്പോൾ KC മുഖ്യമന്ത്രി ആയിക്കോട്ടെ, KC മുഖ്യമന്ത്രി KC അവിടെ പണിയെടുത്ത് ഇവിടെ 5 കൊല്ലമായിട്ട് ഈ പിണറായിസത്തിനെതിരെ, ഈ പിണറായി ദുർഭരണത്തിനെതിരെ, DYFI SFI അഴിഞ്ഞാട്ടത്തിനെതിരെ, ഇതിനെതിരെയൊക്കെ നിരന്തരം ശബ്ദിച്ച് ഈ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ അതിന് കാരണക്കാരനായ ഒരാളുണ്ട് ഇവിടെ, VD സതീശൻ. ജനങ്ങൾക്കറിയത് 5 കൊല്ലം VD സതീശൻ എടുത്ത പണി എന്താണെന്നുള്ളത്. ആ VD സതീശനെ മാറ്റി നിർത്തിയിട്ടാണ് ഈ കേസിനെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നാൽ ഇവിടെ മുഖ്യമന്ത്രി ആക്കുന്നത്. എന്തിനാണ്? ഇത് CPM അല്ല. പിണറായി പോയാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ പറ്റിയ വേറൊരാളതിലില്ല. ഇത് CPM അല്ല. ഇത് മുഖ്യമന്ത്രി ആകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അതിന് കഴിവ് തെളിയിച്ച് അതിന് അർഹതയുള്ള ആൾക്ക്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്ക് ആയിരിക്കണം മുഖ്യമന്ത്രി പദം ഹൈക്കമാൻഡ് കൈമാറേണ്ടത്. അത് ഈ അവസരത്തിൽ പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ജനങ്ങൾക്കൊപ്പം നിന്നാണ് VD സതീശൻ 5 കൊല്ലം വർക്ക് ചെയ്തത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, ജനങ്ങളോടൊപ്പം നിന്നു. പിണറായിസത്തിനെതിരെ, പിണറായി ദുർഭരണത്തിനെതിരെ നിരന്തരം പ്രവർത്തിച്ചു, പ്രസംഗിച്ചു. ഈ കാര്യം ഹൈക്കമാൻഡോ കോൺഗ്രസ് നേതാക്കളോ മറന്നു പോകരുത്. ഇനി അത് മാത്രമാണോ? ഈ കേരളത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ നേതാവും പറയാത്തൊരു വാക്കിയാൾ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനെ UDF അധികാരത്തിലെത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അധികാരത്തിലെത്തിയിട്ടില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കും. പരസ്യമായിട്ടാണ് അയാൾ പറഞ്ഞത്. യൂട്യൂബിലൊക്കെ കിടക്കുകയാണ്. പരസ്യമായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ രമേശ് ചെന്നിത്തല, ഈ KC വേണുഗോപാലോ, ഈ പിണറായി വിജയനോ, CPM ഗോവിന്ദനോ ആരെങ്കിലും ഇന്നേ വരെ തയ്യാറായിട്ടുണ്ടോ? കാരണം അത് പറയാനുള്ള ചെങ്കൂറ്റ് ഉറപ്പൊന്നും ഓൽക്കില്ല, അധികാരം കിട്ടുമല്ലേ എന്നുള്ളത്. പക്ഷെ ഇയാൾക്ക് ഉറപ്പുണ്ട്, അതിനുള്ള പണി ഇയാൾ എടുത്തിട്ടുണ്ട്. നിരന്തരം ഇയാൾ പാർട്ടിക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഹൈക്കമാൻഡിനെ സോപ്പിട്ട് നിൽക്കുന്ന ആളാണ് ഈ KC വേണുഗോപാൽ. രാഹുൽ ഗാന്ധിനെയും ഒക്കെ ഒപ്പം നടന്ന്, രാഹുൽ ഗാന്ധിൻ്റെ ഒക്കെ ഒപ്പം നടന്ന് രാഹുൽ ഗാന്ധിനെ സോപ്പിട്ടിങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ഈ KC വേണുഗോപാൽ. ഈ KC വേണുഗോപാലിൻ്റെ വരവാണ് ഈ കേരളത്തിൽ കോൺഗ്രസ്സിൽ ഗ്രൂപ്പുകൾ കൂടാൻ കാരണം. കുറേ ഗ്രൂപ്പായി, ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകൾ വർദ്ധിക്കാനും കാരണം. KC കഴിവില്ലാത്ത ആളാണെന്ന് ഞാൻ പറയുന്നില്ല, രമേശ് ചെന്നിത്തല കഴിവില്ലാത്ത ആളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ കഴിവ് നോക്കിയല്ല കൊടുക്കേണ്ടത്, പകരം പണിയെടുത്ത ആൾ, പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ആഹോരാത്രം പണിയെടുത്ത് ശബ്ദമുയർത്തിയ, അതിനുവേണ്ടി പ്രവർത്തിച്ച ആൾക്കാർ ഇവിടെ ഉണ്ടാകുമ്പോൾ ഓലെ മാറ്റി നിർത്തിക്കാണ്ട് ഹൈക്കമാൻഡ് അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഒരാളെ MP സ്ഥാനം രാജിവെപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് പരിപാടിയെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാവും. അതും പിണറായിൻ്റെ നിലപാട്, CPM നിലപാടും രണ്ടും ഒന്നാവും. പിണറായിൻ്റെ ജനങ്ങൾക്ക് വേണ്ട, എന്നിട്ട് പിണറായിൻ്റെ ഫ്ലക്സും ബോർഡും ബാനറും വെച്ച് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ് പിണറായിനെ. ജനങ്ങൾക്ക് വേണ്ട, ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു മൂന്തയാണ് പിണറായിൻ്റെ മൂന്ത. എന്നിട്ട് അത് എല്ലാ കവലകളിലും വെച്ചിട്ട് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണ്. അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാവും ഈ രമേശ് ചെന്നിത്തലിനെ മുഖ്യമന്ത്രിയാക്കുന്നതും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒക്കെയുള്ള ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. അപ്പം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കരുത്. CPM എടുത്ത പണി കോൺഗ്രസ് എടുക്കരുത്, അതൊരിക്കലും എടുക്കരുത്. ഇവിടെ CPM പിണറായിയും ജനങ്ങളിൽ ഓരോന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. പിന്നെ അത് തിരുത്താൻ തയ്യാറാകണേ അല്ല. തിരുത്താൻ പറയാൻ ചെങ്കൂറ്റുള്ളൊരു നേതാവ് LDF ഇല്ലാനും, അതാണ് ഇതിൻ്റെ പ്രശ്നം. പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല. തിരിച്ചറിയണം, VD സതീശൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, UDF വേണ്ടി കഴിഞ്ഞ 5 കൊല്ലം ഈ സംസ്ഥാനത്തുടനീളം ഓടി നടന്ന് വർക്ക് ചെയ്ത് പ്രസംഗിച്ച് പ്രവർത്തിച്ച് പോരാട്ടം നടത്തിയത് തിരിച്ചറിയാതെ പോകരുത് ഹൈക്കമാൻഡ്. അത് പറയാനാണ് ഞാൻ ഈ സമയം വീഡിയോയിൽ വന്നിട്ടുള്ളത്.
അപ്പോൾ അത് തിരിച്ചറിയണം. ഇവിടെ ഒരു സുധാകരൻ പറയുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കന്മാരുടെ താല്പര്യങ്ങൾ നോക്കിയിട്ടോ അല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. ജനഹിതം തിരിച്ചറിഞ്ഞായിരിക്കണം മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. അത് ഹൈക്കമാൻഡ് തിരിച്ചറിയണം. ഹൈക്കമാൻഡിന് ചുറ്റും ഇങ്ങനെ നടന്ന് ഹൈക്കമാൻഡിനെ വലയം വെച്ച് ഹൈക്കമാൻഡിനെ മാക്സിമം ചൂഷണം ചെയ്ത് ഹൈക്കമാൻഡിൻ്റെ സഹായത്തോടെ കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരികയല്ല ജനങ്ങൾക്ക് ആവശ്യം. ജനങ്ങളെ പ്രശ്നം മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് കേരളം ആഗ്രഹിക്കുന്നത്. അത് ഇന്ന് വരെ കേരളം കണ്ടത് വി.ഡി. സതീശനെയാണ്. അത് മറന്നുകൊണ്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിന് മുതിരരുത് എന്നാണ് ഈ അവസരത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് പറയാനുള്ളത്.